TRS മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ലക്നൌവും അതുപോലെ തന്നെ SRH തമ്മിലുള്ള മത്സരം അതിന്റെ റിവ്യൂ ആണ് നമ്മൾ പറയുന്നത്. ഒരു ചെറിയ ഒരു ഓവർ കോൺഫിഡൻസ് SRH ഉണ്ടായിരുന്നോ എന്നൊരു സംശയം എനിക്കുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. ഇവിടെ ലക്നൌ 5 വിക്കറ്റിന്റെ ഒരു വിജയമാണ് നേടിയിട്ടുള്ളത്. 5 വിക്കറ്റിന്റെ ജയം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. അവരുടെ വിജയത്തിന്റെ ആ ഒരു പ്രാധാന്യം അറിയണമെങ്കിൽ 16.1 ബോളിലാണ് അവർ ജയിച്ചിട്ടുള്ളത്. അതായത് 23 ബോളുകൾ ബാക്കി നിൽക്കുകയാണ് SRH ഉയർത്തിയ 190 എന്നുള്ള റൺസ് അവർ മറികടന്നത്. അതായത് പൊതുവെ നമുക്കറിയാം SRH ബാറ്റിങ്ങിൽ എത്രയോ അപകടകാരിയാണെന്നുള്ള കാര്യം. അപ്പം അവരുടെ ടോപ്പ് ഓർഡർ പ്രത്യേകിച്ച് ഭയങ്കര ഡെഡ്ലി ആയിട്ടുള്ളൊരു ടോപ്പ് ഓർഡർ ബാറ്റിംഗ് ലൈനപ്പ് തന്നെയാണ് SRHനുള്ളത്. പ്രത്യേകിച്ച് ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, ഹെൻറിച്ച് ക്ലാസൻ ഇവരൊക്കെ ഒന്ന് ഫോമായി കിട്ടിക്കഴിഞ്ഞ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ് ഇവരെയൊക്കെ ഒന്ന് പിടിച്ചു കിട്ടുക എന്നുള്ളത്. പക്ഷേ ഇന്ന് LSG നല്ല കൃത്യമായിട്ട് തന്നെ ആ കാര്യത്തിൽ പന്തിന്റെ ക്യാപ്റ്റൻസി ഒക്കെയും നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം മത്സരത്തിന് മുമ്പ് തന്നെ പന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് അവർ എത്ര എടുത്താലും നമ്മളത് അടിച്ച് ജയിക്കും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം SRHന്റെ ഹോം ഗ്രൗണ്ടിൽ കളിക്കാൻ പോകുമ്പോൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് പോകണമെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങുകൾ ഉണ്ടായിരുന്നു, കൃത്യമായിട്ടുള്ള ധാരണകൾ ഉണ്ടായിരുന്നു. അവരുടെ ബാറ്റേഴ്സിന്റെയും അവരുടെ ബോളേഴ്സിന്റെയും ടാലന്റ് എത്രത്തോളം ഉണ്ടെന്ന് തന്നെ അവർക്ക് നല്ല കൃത്യമായിട്ട് അറിയാം. ഏതൊരു കൊമ്പന്മാരെയും പിടിച്ചു കെട്ടാൻ പറ്റുന്ന ഒരു പ്ലേയിങ് 11 നമുക്കുണ്ട് എന്നുള്ളൊരു വിശ്വാസം, ആ ഒരു കോൺഫിഡൻസ് പന്തിനുണ്ടായിരുന്നു, ടീമിനുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. എല്ലാവരും പ്രതീക്ഷിച്ചത് ഈ പറയുന്ന പോലെ SRH ലക്നൌവിനെ അടിച്ചു പൂട്ടുമെന്നുള്ളത് തന്നെയാണ്. പക്ഷേ നമ്മുടെ ലോർഡ് ഷർദുൽ ഠാക്കൂർ എന്ന് പറയുന്നത് വെറുതെ അല്ല. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ ബ്രേക്ക് ത്രൂ സമ്മാനിക്കുന്ന ഒരു താരമാണ് ലോർഡ് ഷർദുൽ ഠാക്കൂർ. അതായത് നമ്മുടെ ഷർദുൽ ഠാക്കൂർ, അതായത് ലേല സമയത്ത് അൺസോൾഡ് ആയി പോയ ഒരു പ്ലെയർ മറ്റൊരു താരത്തിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ട് ഈ ടീമിൽ കയറുകയും ടീമിലെ മെയിൻ ബോളറായിട്ട് മാറുകയും കൂടാതെ 2 മത്സരങ്ങളായപ്പോഴത്തേനും പർപ്പിൾ ക്യാപ്പ് ഹോൾഡറായി മാറുകയും ചെയ്തിട്ടുള്ള ഒരു താരമാണ്. ആ ഒരു മാസിന്റെ അത്രയും വേറെ ഒന്നും വരത്തില്ല. അപ്പം ലോർഡ് ഷർദുൽ ഠാക്കൂർ ശരിക്കും പറഞ്ഞാൽ സല്യൂട്ട് ചെയ്യുന്നു. കാരണം അത്രയും മികച്ചൊരു ഒരു മടങ്ങി വരവ് തന്നെയാണ് താങ്കൾ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ താങ്കൾ ആരാന്നുള്ള കാര്യം എന്നെ എടുക്കാത്തത് നിങ്ങൾക്ക് വലിയ നഷ്ടമാണ് എന്ന് മറ്റുള്ള ടീമുകൾക്ക് അല്ലെങ്കിൽ ടീമിന്റെ ഉടമസ്ഥർക്ക് കാണിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ ടീമിന്റെ മാനേജ്മെന്റിനെ കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രകടനം തന്നെയാണ് ഷർദുൽ ഠാക്കൂറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബ്രില്യൻ്റ് ആയിട്ട് തന്നെ ഷർദുൽ ഠാക്കൂർ ആ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. അപ്പം SRHന്റെ ഭാഗത്തു നിന്നും അവർ വലിയൊരു സ്ഫോടനാത്മകമായിട്ടുള്ള ബാറ്റിംഗ് പ്രതീക്ഷയാണ്. പ്രത്യേകിച്ച് അവരുടെ ഹോം ഗ്രൗണ്ട് ആണ്, ആരാധകരൊക്കെയും അതുപോലൊരു ബാറ്റിംഗ് ട്രാക്കാണ്. ഒരു 250 കുറഞ്ഞ റൺസ് അവർ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരിക്കത്തില്ല, അവരുടെ ടീം പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. അത്രയും കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ് അവര്. ലക്നൌവിന്റെ 2ാമത്തെ ഓവറിൽ തന്നെ അഭിഷേക് ശർമ്മയെയും അതുപോലെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ സെഞ്ചുറി അടിച്ചിട്ടുള്ള ഇഷാൻ കിഷനെയും ഡക്കിനാണ് അദ്ദേഹത്തെ പുറത്താക്കിയത്. ലോർഡ് ഷർദുൽ ഠാക്കൂർ ഇവരെ രണ്ടുപേരെയും അടുത്തടുത്ത പന്തുകളിൽ പുറത്താക്കി അവരുടെ പ്രതീക്ഷകൾക്ക് മേലൊരു എന്താ പറയുക ഒരു ആണി അടിച്ചു എന്ന് തന്നെ പറയാം. പക്ഷേ ട്രാവിസ് ഹെഡ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തന്നെ ബാറ്റ് ചെയ്തു. 28 ബോളിൽ 47 റൺസ് എടുത്തു. ഷർദുൽ ഠാക്കൂർ 4 വിക്കറ്റുകൾ നേടി. ഒന്നും പറയാനില്ല, അത്രയും മികച്ച പ്രകടനമാണ്. കാരണം ബാക്കിയുള്ളവരെക്കാൾ ഏറ്റവും നല്ല എക്കോണമിയിലും എനിക്കൊന്ന് കുറച്ചുകൂടെ എക്കോണമിയിൽ എറിഞ്ഞിട്ടുള്ളത് റിൻസ് യാദവ് ആണ്. ഏറ്റവും നല്ല എക്കോണമിയിൽ എറിഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ ട്രാവിസ് ഹെഡിന്റെ വിക്കറ്റ് എടുത്തിട്ടുള്ള താരം 4 ഓവറിൽ 29 റൺസ് വഴങ്ങിയിട്ട് 1 വിക്കറ്റ് നേടി. 7.25 ആണ് എക്കോണമി വരുന്നത്. അതിനുശേഷം ഠാക്കൂറാണ് മറുപടി. ഇവിടെ ബാറ്റിങ്ങില് മിച്ചൽ മാർഷും അതുപോലെ തന്നെ നിക്കോളാസ് പൂരനും എന്താ പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ഇവരാണ് സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു ബാറ്റിങ് ഈ പറയുന്ന പോലെ പുറത്തെടുത്തത്. 269 സ്ട്രൈക്ക് റേറ്റിലാണ് നിക്കോളാസ് പൂരൻ ബാറ്റ് ചെയ്തിട്ടുള്ളത്. 70 റൺസാണ്, 26 ബോളിൽ 70 റൺസ് എടുത്തു. അതുപോലെ തന്നെ മിച്ചൽ മാർഷും അത്യാവശ്യം നല്ല ബോളിൽ തന്നെ കളിച്ചു. 52 റൺസ്. ഒരു കൺസിസ്റ്റൻസി ഉള്ളൊരു പ്ലെയർ ആയിട്ട് തന്നെ മിച്ചൽ മാർഷ് മാറിക്കൊണ്ടിരിക്കുകയാണ്. 52 റൺസ്, 31 ബോളിൽ 167 സ്ട്രൈക്ക് റേറ്റ്. പിന്നെ ബാക്കിയുള്ളവർക്കെല്ലാം ഇവർ കളിച്ചപ്പോഴത്തേന് ബാക്കിയുള്ളവർക്കെല്ലാം ജസ്റ്റ് ഒരു ചടങ്ങ് പോലെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അബ്ദുൾ സമദ് ലാസ്റ്റിൽ വന്നിട്ട് നല്ലൊരു ഫിനിഷിംഗ് തന്നെ കാഴ്ചവെച്ചു. 8 ബോളിൽ 22 റൺസുമായിട്ട് ടീമിനെ മുന്നോട്ട് നയിച്ചു. ഇവിടെ SRHന്റെ ബോളിങ്ങിലോട്ട് വരുമ്പോഴത്തേനും ഷമിയൊക്കെ ഒത്തിരി ഈ ആ പരിക്കിന് ശേഷം വന്നിട്ടുള്ള ചാമ്പ്യൻസ് ട്രോഫി ഷമി കളിച്ചെങ്കിൽ പോലും ഒരു നല്ലൊരു ഫോമിലോട്ട് തിരിച്ചു വന്നിട്ടില്ലായിരുന്നു. ആ ഫോം ഇല്ലായ്മ തന്നെയാണ് IPL-ലും തുടരുന്നത്. വളരെ വേസ്റ്റ് ആയിട്ടുള്ളൊരു ബോളിംഗ് പ്രകടനം തന്നെയാണ്, അല്ലെങ്കിൽ സ്പെല്ല് തന്നെയാണ് ഷമിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പാറ്റ് കമിൻസ് ആണെങ്കിലും അത്യാവശ്യം തല്ലുകൊണ്ട് 3 ഓവറിൽ 29, സാംബ 4 ഓവറിൽ 46, അങ്ങനെ എല്ലാവരും. മുഹമ്മദ് ഷമി 3 ഓവറിൽ 37 റൺസാണ് കൊടുത്തത്. അഭിഷേക് ശർമ്മ 2 ഓവറിൽ 20 റൺസ്. അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ റൺസ് വഴങ്ങി. ശരിക്കും പറഞ്ഞാൽ
LSGയുടെ ഒരു ബോളിംഗ് പ്രകടനം തന്നെയാണ് ഈ പറയുന്ന പോലെ ഇത്രയും നല്ലൊരു വിജയം അവർക്ക് നേടാൻ ആദ്യത്തെ ഒരു കാരണമായതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത്. കാരണം പവർ പ്ലേയിൽ സാധാരണ 80 മണ്ടയ്ക്ക് റൺസ് നേടുന്ന SRHനെ വെറും 62 റൺസ് എന്ന് പറഞ്ഞാലേ കൂടുതലാണ്. പക്ഷേ SRHനെ സംബന്ധിച്ച് 62 റൺസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ആ 62 റൺസിന്റെ 2 വിക്കറ്റുകളാണ് LSG SRHന്റെ പവർ പ്ലേയിൽ നേടിയിട്ടുള്ളത്. എന്നാൽ LSG ആയിട്ട് അവരുടെ പവർ പ്ലേയിൽ നേടിയത് 77 റൺസാണ് ഒരു വിക്കറ്റിൽ. കാരണം നിക്കോളാസ് പൂറിനും മിച്ചൽ മാർഷോട് ചേർന്ന് അങ്ങ് ഒരു എന്താ പറയുക, ഒരു ബ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ്. കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ളത് പൂരൻ തന്നെയായിരുന്നു. ആ പവർ പ്ലേ സമയത്ത് തന്നെ 16 ബോളിൽ 44 റൺസാണ് പൂരൻ നേടിയിട്ടുള്ളത്. അതായത് 18 ബോളിൽ അദ്ദേഹം 50 തികച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും SRHന്റെ ഭാഗത്ത് ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നിങ്ങളുടെ കാര്യം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യുക. നമ്മൾ എന്തായാലും അടുത്തൊരു മത്സരത്തിന്റെ വീഴ്ചയുടെ റിവ്യൂ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും.